പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഗുരുദേവനും കോലത്തുകരയും ഈ വിഷയത്തിന്മേൽ ഇപ്പോൾ നമ്മൾ ജടാധര സ്വാമികളുടെ ജീവചരിത്രമാണല്ലോ അവതരിപ്പിക്കുന്നത്. ഇന്ന് സമാധിയിരുത്തൽ. അന്ന് പൗർണമി ദിവസമായിരുന്നു. സമാധിക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അപ്പോഴേക്കും അർദ്ധരാത്രിയായി കഴിഞ്ഞിരുന്നു. ബോധാനന്ദ സ്വാമികൾ ജടാധര സ്വാമിയെ സമാധി ഇരുത്തിക്കഴിഞ്ഞ് അതിനു മുകളിൽ പ്രതിഷ്ഠയ്ക്കുള്ള പീഠം ഉറപ്പിച്ചു. ജടാധര സ്വാമി പൂജിച്ചിരുന്ന ഗണപതി വിഗ്രഹം ബോധാനന്ദ സ്വാമികൾ കയ്യിലെടുത്ത് കുറേ നേരം ധ്യാനനിരതനായി നിന്നു. അതിനുശേഷം വിഗ്രഹത്തെ സാവകാശം ഉയർത്തി പീഠത്തിൽ ഇറക്കി പ്രതിഷ്ഠ നടത്തി. ആ സമയത്ത് പുറത്ത് തടിച്ചുകൂടി നിന്ന ഭക്തജനങ്ങളിൽ നിന്ന് നിലയ്ക്കാത്ത മന്ത്രധ്വനി അന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് ഉയർന്നു. ഓം ഗം ഗണപതയേ നമ. ഈ അവസരത്തിൽ ബോധാനന്ദ സ്വാമികൾ വിനായകാഷ്ടകം ചൊല്ലിക്കൊടുത്തു. ഭക്തജനങ്ങൾ ഭക്തിപൂർവം അത് ഏറ്റുചൊല്ലി. കോലത്തുകര ഗണപതി പ്രതിഷ്ഠ കഴിഞ്ഞ് ബോധാനന്ദ സ്വാമികൾ ശ്രീകോവിലിനുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ തിരിഞ്ഞപ്പോൾ കണ്ട കാഴ്ച അവിശ്വസനീയമായിരുന്നു. സ്വാമി തൃപ്പാദങ്ങൾ ശ്രീകോവിലിനരികിൽ നിൽക്കുന്നു. എല്ലാവരും ആശ്ചര്യഭരിതരായി ഭയഭക്തിയോടുകൂടി കൈകൂപ്പി നിന്നു. തൃപ്പാദങ്ങൾ ശ്രീകോവിലിനുള്ളിൽ കയറി ഗണപതി വിഗ്രഹത്തെ അതിൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ആ സമയം വർണ്ണശബളമായ പ്രഭ അവിടെയെങ്ങും നിറഞ്ഞു. ഭക്തജനങ്ങൾക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മഹാഗുരു ആ സമയം അവിടെ എങ്ങനെ എത്തിയെന്നോ ആർക്കും അറിയില്ല. എല്ലാവർക്കും ആനന്ദത്തിൻ്റെയും നിർവൃതിയുടെയും അവർണ്ണനീയമായ നിമിഷങ്ങളായിരുന്നു അത്. പിൻകാലത്ത് വളരെ പ്രചാരം നേടിയ അപൂർവങ്ങളിൽ അപൂർവമായ ഗണപതി ക്ഷേത്രമായി ഇത് തീർന്നു. മറ്റൊരു മഹത്വം കൂടി ഈ ഗണപതി പ്രതിഷ്ഠയ്ക്ക് ഉണ്ട്. അതായത് ഗണപതിയുടെ പ്രതിപുരുഷനായി സ്വാമി തൃപ്പാദങ്ങൾ കൽപ്പിച്ചരുളിയ ബോധാനന്ദ സ്വാമികൾ തന്നെയാണ് ആ പ്രതിഷ്ഠ നടത്തിയത് എന്നുള്ള ഒരു സവിശേഷത. ഇത് മറ്റൊരു ദേശക്കാർക്കും ലഭിക്കാത്ത മഹാഭാഗ്യമാണ്. സമാധിയുടെ മുകളിലുള്ള ഗണപതി പ്രതിഷ്ഠ ലോകത്തിൽ ഒരിടത്തും തന്നെ ഇല്ലെന്നുള്ളതും കോലത്തുകരയുടെ മാത്രം പ്രത്യേകതയാണ്. ഇന്നും അവിടുത്തെ ഭക്തജനങ്ങൾ അഭിഷ്ട കാര്യസിദ്ധിക്കും വിഘ്നങ്ങൾ അകറ്റുന്നതിനും കോലത്തുകര ഗണപതി ഭഗവാനെ ഭജിച്ച് സായുജ്യം നേടുന്നു. ഇവിടുത്തെ പൂജാവിധികളും സ്വാമി തൃപ്പാദങ്ങൾ കൽപ്പിച്ചരുളിയതുപോലെയാണ് നടക്കുന്നത്. എന്നും രാവിലെ കോലത്തുകര ഭഗവാനും ഗുരുദേവനും പൂജ കഴിഞ്ഞ് ഗണപതിക്കും നാഗദേവനും പൂജാതി കാര്യങ്ങൾ ആരംഭിക്കുന്നു. എന്നാൽ വൈകുന്നേരം വ്യത്യാസമുണ്ട്. ആദ്യം ഗണപതി ഭഗവാനും നാഗദേവനും, പിന്നെ കോലത്തുകര ഭഗവാനും ഗുരുദേവനും എന്നിങ്ങനെയാണ് ദൈനംദിന പൂജാ വിധികൾ. രാത്രി നൈവേദ്യ പൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നു. കൂടാതെ വിശേഷ ദിവസങ്ങളിൽ തൃപ്പാദങ്ങളാൽ തുടങ്ങിവെച്ച ഗണപതി ഹോമം ഇപ്പോഴും വിപുലമായ രീതിയിൽ തന്നെ ഇവിടെ നടന്നു വരുന്നു. ജടാധര സ്വാമികൾ സശരീരനായിരിക്കെ ഭക്തജനങ്ങൾക്ക് നൽകി വന്ന ഉണ്ണിയപ്പ വഴിപാടും കോലത്തുകര ഗണപതിക്ക് ഇന്നും തുടരുന്നുണ്ട്. ഇതുകൂടാതെ സ്വാമി തൃപ്പാദങ്ങളുടെ നിർദ്ദേശപ്രകാരം രോഗശാന്തിക്കായി കോന്നിയോട് കുടുംബക്കാർ 115 വർഷമായി നടത്തി വന്നിരുന്ന നാഴിയരിയുടെ നിവേദ്യ വഴിപാട് ഇന്നും ഗണപതിക്ക് തുടരുന്നു. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.